KGF 2 എന്ന ഇൻഡസ്ട്രി ഹിറ്റിന് ശേഷം റോക്കിംഗ് സ്റ്റാർ യാഷ് എവിടെ പോയി? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇന്ത്യൻ സിനിമാ ലോകം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണിത്. അതിനുള്ള ഉത്തരമാണ് ടോക്സിക്, എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്. മലയാളികളുടെ പ്രിയപ്പെട്ട സംവിധായിക ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന ഈ മാസ് ആക്ഷൻ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റുകൾ, വമ്പൻ താരനിരയുടെ വിവരങ്ങൾ, ഒപ്പം സോഷ്യൽ മീഡിയയും ബോക്സ് ഓഫീസിനെയും ഇപ്പോൾ ഒലച്ചുകൊണ്ടിരിക്കുന്ന ചില ഞെട്ടിക്കുന്ന ഗോസിപ്പുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ആദ്യ പ്രഖ്യാപനം സമയത്ത് സിനിമ 2025 ഏപ്രിൽ റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഷൂട്ടിംഗ് നീണ്ടുപോയതിന് കാരണം റിലീസ് തീയതി 2026 മാർച്ച് 19 മാറ്റി. എന്നാൽ നിർഭാഗ്യവശാൽ അപ്പോഴേക്കും മിഡിൽ ഈസ്റ്റിൽ ഉണ്ടായ യുദ്ധപ്രതിസന്ധികളും രാഷ്ട്രീയ അസ്വസ്ഥതകളും കാരണം ഗ്ലോബൽ റിലീസ് പ്ലാനുകൾ അവതാളത്തിലായി. തുടർന്ന് അണിയറ പ്രവർത്തകർ 2026 ജൂൺ 4 പുതിയ റിലീസ് തീയതി പ്രഖ്യാപിച്ചു. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം ജൂൺ മാസത്തിലും റിലീസ് ചെയ്യുന്നില്ല. സിനിമയുടെ നിർമ്മാതാക്കൾ കൂടിയായ യാഷിൻ്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസ്, KVN പ്രൊഡക്ഷൻസും ഔദ്യോഗികമായി അറിയിച്ചത് ചിത്രത്തിന് ആഗോളതലത്തിൽ ഏറ്റവും മികച്ചതും വിപുലവുമായ റിലീസ് ഉറപ്പാക്കാൻ വേണ്ടി റിലീസ് തീയതി തൽക്കാലം അനിശ്ചിതകാലത്തിലേക്ക് നീട്ടിവെക്കും എന്നാണ്. കഴിഞ്ഞ മാസം ലാസ് വെഗാസിൽ നടന്ന പ്രശസ്തമായ സിനിമ ഐക്കൺ ചടങ്ങിൽ ചിത്രത്തിന് ലഭിച്ച വൻ അന്താരാഷ്ട്ര വരവേൽപ്പാണ് റിലീസ് പ്ലാനുകൾ വീണ്ടും വലുതാക്കാൻ യാഷിനെ പ്രേരിപ്പിച്ചത്. പുതിയ വേൾഡ് വൈഡ് റിലീസ് തീയതി ഉടൻ തന്നെ പുറത്തുവിടുമെന്നാണ് ടീം അറിയിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ അണിയറ പ്രവർത്തകരുടെ കോംബോ തന്നെയാണ്. സാധാരണയായി യാഷിനെ പോലുള്ള ഒരു മാസ് ഹീറോ മാസ് ഡയറക്ടർമാരുടെ കൂടെയാണ് കൈകോർക്കാറുള്ളത്. എന്നാൽ ഈ തവണ വലിയൊരു സർപ്രൈസാണ് അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. സംവിധാനം, തിരക്കഥ ഗീതു മോഹൻദാസ്. ലേയേഴ്സ് ഡൈ, നിവിൻ പോളിയുടെ മൂത്തോൻ എന്ന അന്താരാഷ്ട്ര പ്രശസ്തി നേടിയ ചിത്രങ്ങൾക്ക് ശേഷം ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ആദ്യ പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് മാസ് ചിത്രമാണിത്. യാഷിൻ്റെ മാസ് ഇമേജിനൊപ്പം ഗീതുവിൻ്റെ റിയലിസ്റ്റിക് വിഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് ശൈലി കൂടി ചേരുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിൽ പുതിയൊരു വിപ്ലവമായിരിക്കും. സഹ എഴുത്തുകാർ ഗീതു മോഹൻദാസിനൊപ്പം യാഷും രാഘവ് വിനായ് ശിവഗംഗയും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാസ് എലമെൻറ്റുകൾക്ക് ഒട്ടും കുറവുണ്ടാകില്ല. ഛായാഗ്രഹണം രാജീവ് രവി. മലയാളികളുടെ അഭിമാനമായ ഇന്ത്യൻ സിനിമയിലെ തന്നെ ലെജൻഡറി ക്യാമറാമാൻ രാജീവ് രവിയാണ് ടോക്സിക്കിൻ്റെ വിഷ്വലുകൾ ക്യാമറയിലാക്കുന്നത്. 1940 മുതൽ 1970 വരെയുള്ള ഗോവയുടെ പശ്ചാത്തലമാണ് ഇദ്ദേഹം ക്യാമറയിൽ പകർത്തുന്നത്. സംഗീതം രവി ബസ്രൂർ. KGF സലാർ എന്ന ചിത്രത്തിലൂടെ തിയേറ്ററുകളിൽ ഇടിമിന്നൽ തീർത്ത രവി ബസ്രൂർ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കുന്നത്. എഡിറ്റിംഗ് ഉജ്വൽ കുൽക്കർണി. KGFൻ്റെ ചടുലമായ കട്ടുകളിലൂടെ വിസ്മയിപ്പിച്ച ഉജ്വൽ തന്നെയാണ് ഈ ചിത്രത്തിൻ്റെയും എഡിറ്റർ. ടോക്സിക് എന്ന സിനിമ ഒരു കന്നഡ ചിത്രം മാത്രമല്ല, ഇതൊരു കന്നഡ ഇംഗ്ലീഷ് ഭാഷാ ചിത്രമാണ്. ഒപ്പം മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ മൊഴിമാറ്റി എത്തുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ വലിയൊരു താരനിര ഇതിലുണ്ട്. യാഷ് റായ് അല്ലെങ്കിൽ ടിക്കറ്റ് എന്ന് വിളിക്കുന്ന ഗോവയിലെ അധോലോകം ഭരിക്കുന്ന സ്രാവായിട്ടാണ് യാഷ് എത്തുന്നത്. നയൻതാര. ലേഡി സൂപ്പർ സ്റ്റാർ നയൻതാര ചിത്രത്തിൽ ഗംഗ എന്ന വളരെ പവർഫുള്ളായ വേഷത്തിലെത്തുന്നു. യാഷിൻ്റെ സഹോദരിയുടെ വേഷത്തിലാണ് താരം എത്തുന്നതാണ് സൂചന. കിയാര അദ്വാനി. ബോളിവുഡ് സുന്ദരി കിയാര അദ്വാനി നാദിയ എന്ന കഥാപാത്രമായി യാഷിൻ്റെ നായികയായി എത്തുന്നു. ഹുമ ഖുറേഷി. ചിത്രത്തിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള എൽസിബത്ത് എന്ന ലേഡി വില്ലൻ വേഷത്തിലാണ് ഹുമ എത്തുന്നതെന്ന് കേൾക്കുന്നു. മറ്റു പ്രമുഖർ താര സുതാരിയ, രുക്മിണി വസന്ത്, അക്ഷയ് ഒബ്രോയ് എന്നിവർക്കൊപ്പം മലയാളത്തിൽ നിന്ന് വമ്പൻ താരങ്ങളായ ടൊവിനോ തോമസും സുദേവ് നായരും ഈ ചിത്രത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. ഇനി നമുക്ക് യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും
ഈ സിനിമയെക്കുറിച്ച് പ്രചരിക്കുന്ന ചില ചൂടേറിയ ഗോസിപ്പുകളിലേക്കും തിയറികളിലേക്കും കടക്കാം. ദുരന്തർ 2 പേടിച്ചിട്ടാണോ യാഷ് പിന്മാറിയത്? സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചർച്ച രൺവീർ സിംഗിനെ നായകനാക്കി ആദിത്യ ദർ സംവിധാനം ചെയ്യുന്ന ദുരന്തർ ദ റിവെഞ്ച് എന്ന വലിയ ബോളിവുഡ് ചിത്രം മാർച്ചിൽ റിലീസ് ചെയ്യാൻ ഇരുന്നതുകൊണ്ടാണ് യാഷ് സിനിമ മാറ്റിവെച്ചത് എന്നാണ്. ഈ ക്ലാഷ് ഒഴിവാക്കാൻ വേണ്ടിയാണ് മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ നിർമ്മാതാക്കൾ കാരണമായി പറഞ്ഞതെന്നാണ് ബോളിവുഡ് കോണുകളിലെ ഗോസിപ്പ്. യാഷും ഗീതു മോഹൻദാസും തമ്മിൽ അസ്വാരസ്യങ്ങളോ? സിനിമയുടെ നിർമ്മാണത്തിൽ യാഷ് അമിതമായി ഇടപെടുന്നുവെന്ന് ഗീതു മോഹൻദാസിനെ സൈഡ് ലൈൻ ചെയ്ത് യാഷ് തന്നെയാണ് പല സീനുകളും ഡയറക്റ്റ് ചെയ്യുന്നതിനുമുള്ള രീതിയിൽ ചില തെലുങ്ക് കന്നഡ മാധ്യമങ്ങളിൽ വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഇതിനെതിരെ ചിത്രത്തിലെ നടനായ സുദേവ് നായർ തന്നെ രംഗത്ത് വന്നിരുന്നു. യാഷിൻ്റെ ജനപ്രീതി കണ്ട് അസൂയ പൂണ്ടവരാണ് ഇത്തരം വാർത്തകൾ പരത്തുന്നതെന്നും ഗീതുവും യാഷും മികച്ച കെമിസ്ട്രിയിലാണ് വർക്ക് ചെയ്തതെന്നും സുദേവ് വ്യക്തമാക്കിയിരുന്നു. യാഷ് തന്നെ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ഒരു വനിതാ സംവിധായകയുടെ ഫീമെയിൽ ഗെയ്സ് ചിത്രത്തിന് വലിയ വൈകാരിക പശ്ചാത്തലം നൽകിയിട്ടുണ്ടെന്നാണ്. ഗോവയിലെ മയക്കുമരുന്ന് മാഫിയയും അന്താരാഷ്ട്ര കണക്ഷനും. ഈ ചിത്രത്തിൻ്റെ കഥ 1940 മുതൽ 1970 വരെയുള്ള ഗോവ പശ്ചാത്തലമാക്കിയുള്ള മയക്കുമരുന്ന് കടൽ കടത്ത് മാഫികളെ കുറിച്ചാണെന്നാണ് പറയപ്പെടുന്നത്. എ ഫെയറി ടെയിൽ ഫോർ ഗ്രോൺ അപ്സ്, മുതിർന്നവർക്കുള്ള ഒരു ഫെയറി ടെയിൽ എന്ന് ടൈറ്റിൽ ഉള്ളതുകൊണ്ട് തന്നെ കടുത്ത ആക്രമണങ്ങളും ചോരപ്പുഴയും വൻ ട്വിസ്റ്റുകളും നിറഞ്ഞ് ഒരു ഡാർക്ക് ഇൻവെസ്റ്റിഗേഷൻ ആയിരിക്കും ചിത്രമെന്നാണ് ഫാൻ തിയറികൾ പറയുന്നത്. എന്തായാലും റിലീസ് വൈകുന്നത് ആരാധകരെ നിരാശരാക്കുന്നുണ്ടെങ്കിലും ഇന്ത്യൻ സിനിമാ ലോകത്തിൻ്റെ നെറുകയിൽ എത്തിക്കാനുള്ള ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും യാഷ് ഗീതു മോഹൻദാസും കൂടെ ഒരുക്കുന്നത് എന്നുറപ്പാണ്. ഈ ചിത്രത്തിൻ്റെ ഗീതു മോഹൻദാസ് യാഷ് കോംബോ വിജയിക്കുമോ? ടൊവിനോയുടെയും നയൻതാരയുടെയും സാന്നിധ്യം ചിത്രത്തിന് എത്രത്തോളം ഗുണം ചെയ്യും? നിങ്ങളുടെ അഭിപ്രായങ്ങളും തിയറികളും താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.